أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. പകരം വെക്കാനാവാത്ത ചില നഷ്ടങ്ങൾ. ഏത് നഷ്ടവും നോവാണ്. ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വേർപാടുകൾ അസഹനീയവും മനസ്സിനെ കീറിമുറിക്കുന്ന വേദനയുമാണ്. ഒരിക്കലും പകരമാക്കാൻ കഴിയാത്ത ചില നഷ്ടങ്ങളുണ്ട്, വേർപാടുകളുണ്ട് ജീവിതത്തിൽ. അത് മാതാപിതാക്കളുടെ വേർപാടാണ്. മക്കൾക്ക് മാതാപിതാക്കളുടെ വേർപാടിലൂടെ നഷ്ടമാകുന്നത് ഈ ദുനിയാവിൽ അവരുണ്ടാകാൻ അള്ളാഹു കണക്കാക്കിയ 2 പേരാണ്. അതിലൂടെ വേരാണ് മുറിഞ്ഞു പോകുന്നത്. ജീവിതത്തിൻ്റെ കരുത്തായ പ്രാർത്ഥനയാണ് നിലക്കുന്നത്. യാതൊരു മടുപ്പുമില്ലാത്ത കാത്തിരിപ്പാണ് അവസാനിക്കുന്നത്. മക്കൾ ഏത് പ്രായത്തിലായാലും അവർ മാതാപിതാക്കളെ അറിയേണ്ട പോലെ അറിഞ്ഞവരാണെങ്കിൽ, അടുക്കേണ്ടതുപോലെ അടുത്തവരാണെങ്കിൽ, മോനെ മോളെ എന്ന ഒരു പിൻവിളിക്ക് ഇന്നും മനസ്സ് കൊതിക്കുന്നുണ്ടാകും. കണ്ണീരോടെ അല്ലാതെ അവരെ ഓർക്കാനാകില്ല. ജനിച്ചപ്പോൾ തന്നെ ഉമ്മ വേർപെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മെ ഏറെ നൊമ്പരത്തിലാഴ്ത്തിയിട്ടുണ്ട്. അത്തരം കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് വലുതായിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സുകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹത്തെ ഏറെ കൊതിക്കുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ തിരുദൂതർ തൻ്റെ ഉമ്മയുടെ ഖബറിനരികിൽ ഉമ്മയുടെ മോൻ മുഹമ്മദാണുമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞ, മാതൃനഷ്ടത്തിൻ്റെ സങ്കടം സൂക്ഷിച്ച മകനായിരുന്നു. നീയൊരു അനാഥനായിട്ട് നിനക്ക് അഭയമേകി സംരക്ഷണം നൽകിയതിനാൽ, അനാഥത്വത്തിൻ്റെ കയ്പും നോവും അറിയുന്നതിനാൽ നീ അനാഥയെ അടക്കി വെക്കരുതെന്ന് തിരുനബിയെ അള്ളാഹു ഉണർത്തി. പെറ്റുമ്മയുടെ സ്നേഹത്തോളം എത്തുന്ന മറ്റൊരു സ്നേഹവുമില്ല. ഉമ്മയുടെ താരാട്ടും തലോടലും നൽകാൻ ആർക്കുമാകില്ല. ഉമ്മയെപ്പോലെ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകാരിയുമില്ല. ഉമ്മ നൽകിയ ചോറിൽ സ്നേഹമാണ് വിളമ്പിയത്. ആ സ്നേഹവും സാമീപ്യവും നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ നാം ഒറ്റപ്പെടുകയാണ്. മനോഹരമായ ഒരു കെട്ടിടത്തെ വീടെന്ന സമാധാന കേന്ദ്രമാക്കുന്നത് മാതാവാണ്, അവരുടെ വിദ്യയാണ്. ഉമ്മയില്ലാതാകുമ്പോൾ ഒരു വ്യക്തിയുടെ നഷ്ടമല്ല, ഒരു ലോകമാണ് നഷ്ടമാകുന്നത്. ഒരേ സമയം പിതാവും മക്കളും അനാഥരാവുകയാണ്. പിതാവിൻ്റെ വേർപാടിലൂടെ മക്കൾക്ക് നഷ്ടമാകുന്നത് വലിയൊരു കൈത്താങ്ങാണ്. അതോടെ അനാഥത്വം വന്ന് പൊതിഞ്ഞ് മുന്നോട്ടുള്ള വഴി ഇടുങ്ങുകയാണ്. ഉപ്പ എന്നാൽ വല്ലാത്തൊരു സുരക്ഷിതത്വമാണ്. അവർ അധ്വാനിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എത്ര തുച്ഛമായാലും അതെത്ര വലുതാണെന്നും ആ സാന്നിധ്യം എന്തൊരു കരുത്തായിരുന്നെന്നും നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. അനാഥ മക്കൾക്ക് സ്വപ്നം കാണുന്നതിന് പോലും അതിനുശേഷം അതിരുകളുണ്ടാകുന്നു. കാണുന്ന സ്വപ്നങ്ങൾ പൂവണിയിച്ചു തരാനും കരഞ്ഞു സമ്മതിപ്പിക്കാനും ഇതുവരെ ഒരാൾ മുന്നിലുണ്ടായിരുന്നു. തൻ്റെ കയ്യിലുള്ളതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ചും മക്കളെ അറിയിക്കാതെ, തനിക്കായി സ്വന്തമായി ആശകളൊന്നുമില്ലാതെ മക്കളുടെ ആശകൾക്കായി ജീവിച്ച ഒരാൾ. ഭക്ഷിക്കാനും ഉടുക്കാനും എത്ര ഉണ്ടായാലും അനാഥ മക്കളുടെ മുഖത്തെ ദൈന്യത വായിച്ചെടുക്കാനായാൽ അറിയും അവരുടെ മനസ്സുകളിലെ തേങ്ങൾ. ചിലപ്പോൾ അവർക്ക് പണത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരിക്കാം. പക്ഷേ പിതാവിൻ്റെ ചേർത്തുപിടിക്കലും തലോടലും നഷ്ടപ്പെട്ടപ്പോൾ ആകെ ഒരു പ്രസന്നത നഷ്ടപ്പെട്ട് മുരടിപ്പ് ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ലോകത്തിൻ്റെ വെളിച്ചമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അനാഥ മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ചുംബിക്കരുതെന്ന്. എത്ര ഗഹനമായൊരു മനഃശാസ്ത്രമാണത്. അനാഥൻ്റെ കണ്ണീര് തുടച്ച് അവനെ സംരക്ഷിക്കാൻ സാധിച്ചാൽ റസൂലിനോട് ഒട്ടിച്ചേർന്ന് സഹവസിക്കേണ്ടുന്ന ഭാഗ്യമുണ്ടാകുമെന്ന് പറഞ്ഞതിലൂടെ അവലംബം നഷ്ടപ്പെട്ടവൻ്റെ നോവറിയണമെന്നും അങ്ങനെ അറിയാൻ കഴിഞ്ഞവനാണ് മഹാനെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല എന്ന ഖുർആനിൻ്റെ പരാമർശം അതീവ ഗൗരവമത്രേ. കാരണം അനാഥയെ ആദരിക്കാതെയും സമൂഹത്തിൻ്റെ സങ്കടങ്ങളിൽ ഇടപെടാതെയും നിഷിദ്ധമായത് തിന്ന് ധനത്തിനോടുള്ള അത്യാർത്തിയിലൂടെയും നിന്റെ പോക്ക് നിത്യനാശത്തിലേക്കാണെന്ന് ഖുർആൻ താക്കീത് ചെയ്യുന്നു. അനാഥ ബാല്യങ്ങൾ സങ്കട കാഴ്ചയാണ്. വിധിക്കുമുന്നിൽ പകച്ചുപോയ അവരുടെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ നമ്മെ വന്ന് പൊതിയുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവക്ക് നമ്മുടെ കയ്യിൽ ഉത്തരമൊന്നുമില്ലെങ്കിലും വിലപ്പെട്ടത് കൈമോശം വന്നു പോയവരെ ചേർത്ത് പിടിച്ചു വിധിയാണ് ക്ഷമിക്കൂ എന്ന് പറയുമ്പോൾ
വിധിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ് ജീവിതത്തിലെ നികത്താനാവാത്ത നഷ്ടത്തിലൂടെ അവർ പഠിക്കുന്നു. ആ മക്കൾ ബാധ്യതയായി പോകുമോ എന്ന് ഭയക്കുന്നു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ചിലർ. കാരണം ചിലർക്ക് നോവറിയാൻ നഷ്ടം തന്നിൽ തന്നെ സംഭവിക്കണം. അനാഥയെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തില്ല അതിൻ്റെ മഹത്വവും പുണ്യവും അറിഞ്ഞവർ. പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചത് അത് പൂർത്തിയാക്കി തരാൻ കൂടെ നിൽക്കുമെന്നുറപ്പുള്ള ആൾ പിതാവ് നഷ്ടപ്പെട്ടതിന് ശേഷം കണക്കുകൂട്ടലുകളെല്ലാം വെട്ടിച്ചുരുക്കുന്നു. ആർക്കും എങ്ങനെ ബുദ്ധിമുട്ടാകാതെ ജീവിക്കണമെന്ന് കുറച്ചെങ്കിലും വകതിരിവുള്ള ഓരോ അനാഥനും ചിന്തിച്ചു തുടങ്ങും. അനാഥനായി പോയവൻ്റെ കിനാവുകൾ ചുരുക്കാൻ ബന്ധുക്കൾ നിർദ്ദേശം നൽകുന്നു. അവൻ്റെ ചെറിയ ആവശ്യങ്ങൾക്കും ആശകൾക്കും നേരെ പോലും വാതിലടക്കുന്നു. എന്താണ് ഒരു പിതാവിൻ്റെ വിലയെന്ന് സമൂഹം അവനെ ആഴത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലും ദാഹം തീരില്ല, വിശപ്പ് തീരില്ല. കണക്ക് വെക്കാതെ തരുന്നവർ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയാൽ തിരിച്ചറിവിൻ്റെ നാളുകളിൽ ആ നഷ്ടത്തെ ഒരു കരുത്തായി കരുതണം. തിരിച്ചു കിട്ടില്ലെന്നുറപ്പുള്ള ചില പാഠങ്ങൾ പഠിപ്പിക്കും. ആർക്കും പഠിപ്പിക്കാൻ കഴിയാത്ത പാഠങ്ങൾ. അനാഥബാല്യങ്ങൾ കുരുത്തുവരുന്നത് തീയിലൂടെയാണ്. വെയിലത്ത് വാടാതെ അത് തല ഉയർത്തി നിൽക്കും. തൻ്റെ നഷ്ടം ആരും വരുത്തിയതല്ല. ജീവിതത്തിൽ പലർക്കും പല നഷ്ടങ്ങളുമുണ്ട്. നഷ്ടങ്ങൾ സംഭവിക്കാത്തൊരു ജീവിതവുമില്ല എന്ന തിരിച്ചറിവിലേക്ക് അനാഥൻ വേഗം നടന്നെടുക്കുന്നു. ഓരോ അനാഥൻ്റെ മുന്നിലും സാന്ത്വനമായും സഹായമായും കൂടെ ഒരാളായും നിൽക്കാനായാൽ ജീവിതം ഇരു ലോകത്തും ധന്യമാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.